ജയിലഴിക്കുള്ളിലെ ജീവിതം പുറം ലോകത്തിന് എപ്പോഴും ഒരു പ്രഹേളികയാണ്. കുറ്റകൃത്യം ചെയ്തവർക്ക് നൽകുന്ന ശിക്ഷാവിധി എന്നതിലുപരി ആധുനിക നിയമവ്യവസ്ഥയിൽ ജയിലുകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ, അതായത് കറക്ഷണൽ സെന്റേഴ്സ് കൂടിയാണ്. ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതിനപ്പുറം അയാളെ ക്രിയാത്മകമായ തൊഴിലുകളിൽ ഏർപ്പെടുത്തി മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തടവുകാരുടെ വേതന വർധനവിനെ കുറിച്ചിട്ടുള്ള പുതിയ വാർത്തകൾ പ്രസക്തമാകുന്നത്. ജയിലിലെ ശമ്പള വർധനവ് കേട്ട് അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ശമ്പള കണക്കുകൾക്ക് പിന്നിൽ വലിയൊരു സാമൂഹിക നീതിയുടെയും നിയമപരമായ നടപടിക്രമങ്ങളുടെയും കഥകളുണ്ട്. കേരളത്തിലെ ജയിലുകളിൽ നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്ന വേതന പരിഷ്കരണം തടവുകാരുടെ അധ്വാനത്തിന് അർഹമായ മൂല്യം നൽകുന്നതാണ്. വൈദഗ്ധ്യമുള്ള ജോലികൾക്ക്, അതായത് സ്കിൽഡ് വർക്കിന് 630 രൂപയായും അർദ്ധ വൈദഗ്ധ്യമുള്ള ജോലികൾക്ക്, അതായത് സെമി സ്കിൽഡ് വർക്കിന് 560 രൂപയായും വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ജോലികൾക്ക്, അതായത് അൺസ്കിൽഡ് വർക്കിന് 530 രൂപയായും ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നു. പുറം ലോകത്തെ ദിവസക്കൂലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു പക്ഷേ കുറവാണെന്ന് തോന്നാം. എന്നാൽ ജയിലിലെ ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സർക്കാർ സൗജന്യമായി നൽകുന്നതാണെന്ന വസ്തുത കൂടി പരിഗണിക്കുമ്പോൾ ഇതൊരു വിപ്ലവകരമായ മാറ്റമാണ്. തടവുകാർ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരല്ല, മറിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പാദന യൂണിറ്റുകളായി ജയിലുകൾ മാറുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ഈ വേതനം തടവുകാരന് നേരിട്ട് കയ്യിൽ ലഭിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരമുണ്ട്. ഒരു തടവുകാരൻ സമ്പാദിക്കുന്ന തുക മുഴുവനായി അയാളുടെ കീശയിലേക്കല്ല പോകുന്നത്. ഇവിടെയാണ് നിയമത്തിൻ്റെ കർക്കശവും എന്നാൽ മാനുഷികവുമായ ഇടപെടൽ നാം കാണുന്നത്. ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 1/3 ഇരകൾക്കുള്ള നഷ്ടപരിഹാര നിധിയിലേക്ക്, അതായത് വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിലേക്ക് നിർബന്ധമായും നൽകണം. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്. കുറ്റവാളി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഇരയാക്കപ്പെട്ട വ്യക്തിക്കോ അവരുടെ കുടുംബത്തിനോ നീതി ഉറപ്പാക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. അതായത് ഒരു തടവുകാരൻ ജയിലിൽ കിടന്ന് വിയർപ്പൊഴുക്കുമ്പോൾ അയാൾ താൻ ചെയ്ത തെറ്റിന് ഒരു പരിധിവരെ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ബാക്കിയുള്ള തുകയുടെ ഒരു ഭാഗം തടവുകാരൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാനാണ് നിയമം അനുശാസിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ട വ്യക്തി ജയിലിലാകുമ്പോൾ പട്ടിണിയിലാകുന്ന ഒരു കുടുംബത്തെ സംരക്ഷിക്കുക എന്ന സാമൂഹിക സുരക്ഷാ ദൗത്യം ഇതിലൂടെ നടക്കുന്നു. ഒരു ഭാഗം അയാളുടെ റിലീസ് ഫണ്ടിലേക്ക് മാറും. അതായത് അയാൾ ജയിൽ മോചിതനാകുമ്പോൾ തുടർന്നുള്ള ജീവിത ചെലവുകൾക്ക് ആ തുക ഉപയോഗിക്കാം. ബാക്കി വരുന്ന തുക ജയിലിലെ കാന്റീൻ ആവശ്യങ്ങൾക്കായി അവർക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെയൊരു വേതന വർധനവിന് തയ്യാറായത് എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. 2018 ഇതിനു മുമ്പ് അവസാനമായി വേതന പരിഷ്കരണം നടന്നത്. കാലത്തിനനുസരിച്ചുള്ള വിലക്കയറ്റവും ജീവിത സാഹചര്യങ്ങളും പരിഗണിക്കുമ്പോൾ പഴയ നിരക്ക് അപര്യാപ്തമായിരുന്നു. മോഡൽ പ്രസന്റ് മാനുവൽ പ്രകാരം ഓരോ 3 വർഷം കൂടുമ്പോഴും വേതനം പരിഷ്കരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ നടപ്പിലാക്കുന്നതിലൂടെ നിയമപരമായ ഒരു ബാധ്യതയാണ് സർക്കാർ നിറവേറ്റുന്നത്. കൂടാതെ 2024 സുപ്രീം കോടതിയുടെ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിംഗ് പുറത്തുവിട്ട റിപ്പോർട്ട് ഈ തീരുമാനത്തിന് വലിയ പ്രേരണയായിട്ടുണ്ട്. കർണാടക, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തടവുകാർക്ക് ഉയർന്ന വേതനം നൽകുന്നുണ്ടെന്നും മറ്റ് സംസ്ഥാനങ്ങൾ ഇത് മാതൃകയാക്കണമെന്നും ആ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിരുന്നു. തൊഴിൽ എന്നത് തടവുകാരൻ്റെ മൗലികാവകാശമല്ലെങ്കിലും ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കൂലി നൽകുക എന്നത് മനുഷ്യാവകാശങ്ങളുടെ ഭാഗമാണ്. ജയിലുകളെ വെറും തടവറകളായി കാണുന്ന പഴയ രീതി മാറി വരികയാണ്. ഇന്ന് ജയിലുകളിൽ ചപ്പാത്തി നിർമ്മാണം, വസ്ത്രനിർമ്മാണം, ഫർണിച്ചർ പണികൾ, കൃഷി തുടങ്ങി വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളുണ്ട്. തടവുകാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ജയിൽ ചന്തകളിലൂടെ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നു. ഇതുകൂടാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിൽ വകുപ്പിന് പെട്രോൾ പമ്പുകളുണ്ട്. ഇത് സർക്കാരിന് വലിയൊരു വരുമാന മാർഗം കൂടിയാണ്. തടവുകാർക്ക് മെച്ചപ്പെട്ട കൂലി നൽകുമ്പോൾ അവർ കൂടുതൽ ആവേശത്തോടെ ജോലിയിൽ ഏർപ്പെടും. അതുവഴി ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുന്നു. ജയിൽ മോചിതനായി പുറത്തിറങ്ങുന്ന ഒരു വ്യക്തിക്ക് തന്റെ ശിക്ഷാ കാലയളവിൽ സമ്പാദിച്ച തുകയുമായി പുതിയൊരു ജീവിതം തുടങ്ങാൻ ഇത് സഹായകരമാകും. കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് വീണ്ടും മടങ്ങിപ്പോകാതിരിക്കാൻ സാമ്പത്തിക ഭദ്രത ഒരു വലിയ ഘടകമാണ്. എങ്കിലും ഈ വേതന വർധനവിനെതിരെ ചില വിമർശനങ്ങളും ഉയർന്നേക്കാം. നികുതിപ്പണം ഉപയോഗിച്ച് കുറ്റവാളികളെ പോറ്റുന്നു എന്ന വാദത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം തടവുകാർ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിനുള്ള തുക അവരുടെ അധ്വാനത്തിലൂടെ തന്നെയാണ് കണ്ടെത്തുന്നത്. മാത്രമല്ല അതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് കോടികളാണ് എത്തുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൂടാതെ അവരുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇരകൾക്കായി മാറ്റിവെക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ വിജയം എന്നത് കുറ്റവാളികളെ തകർക്കലല്ല, മറിച്ച് അയാളെ ഒരു നല്ല പൗരനായി മാറ്റിയെടുക്കലാണ്. കൃത്യമായ വേതനവും തൊഴിൽ പരിശീലനവും ഈ മാറ്റത്തിൻ്റെ ആദ്യ പടികളാണ്.
ചുരുക്കത്തിൽ ജയിലിലെ ശമ്പള വർധനവ് എന്നത് കേവലം അക്കങ്ങളിൽ മാത്രമല്ല, അത് തടവുകാരുടെ അന്തസ്സും അവരുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പും ഇരകളുടെ നീതിയും ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഓരോ 3 വർഷം കൂടുമ്പോഴും ഇത്തരം പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യൻ ജയിൽ സംവിധാനം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. അഴികൾക്കുള്ളിലും അധ്വാനത്തിന് മൂല്യമുണ്ടെന്നും ആ വിയർപ്പിന് സമൂഹത്തോടുള്ള കടമകൾ തീർക്കാൻ കഴിയുമെന്നും ഈ പുതിയ ഉത്തരവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശിക്ഷ എന്നത് വേദന മാത്രമല്ല, അത് പുതിയൊരു ജീവിതത്തിലേക്കുള്ള കരുതിവെപ്പ് കൂടിയാകട്ടെ എന്ന ശുഭപ്രതീക്ഷയാണ് ഈ മാറ്റം നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.